നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിൽക്കുന്നത് കലോത്സവ വേദിയിലാണ്. ഇവിടെ പ്രധാന വേദിയായ ആശ്രമ മൈതാനത്താണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെ ഇന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ കലാമാമകമായ കൗമാരോത്സവത്തിന് തുടക്കം കുറിക്കുകയാണ്. ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിനെ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്തു. മന്ത്രിമാരായ KB ഗണേഷ് കുമാർ, K രാജൻ, J ചിഞ്ചുറാണി, മുഹമ്മദ് റിയാസ്, പിന്നെ സിനിമാ താരമായ നിഖില വിമൽ, ആശ ശരത്ത് എന്നിവരൊക്കെ പങ്കെടുത്തിരുന്നു. ഇതിന് മുന്നോടിയായി ധാരാളം കാര്യങ്ങൾ, അതായത് കാസർഗോഡ് നിന്നുള്ളൊരു ഗോത്ര വിഭാഗത്തിൻ്റെ നൃത്താവിഷ്കാരം ഇവിടെ ഉണ്ടായിരുന്നു. ഇനി മുതൽ അത് അടുത്തൊരു കലോത്സവത്തിലേക്ക് അത് മത്സരീനമായിട്ട് മാറ്റും എന്നാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. നമുക്ക് 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന് ഏറ്റവും നല്ല തുടക്കമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ആശ ചേച്ചിയും ഇവിടെ കൊല്ലം ജില്ലയിലുള്ള കുട്ടികളും അവതരിപ്പിച്ച നൃത്തം നമ്മൾ കണ്ടു. വളരെ മനോഹരമായിട്ട് അവരത് ഇവിടെ പ്രസന്റ് ചെയ്തു. സ്റ്റേജിന്റെ ഫ്രണ്ടിലിരുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഒരു സന്തോഷം അത് തന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ കാസർഗോഡ് നിന്നുള്ള ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഭിന്നശേഷി കുട്ടികളുടെ മംഗലം കളി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കലാരൂപവും ഇവിടെ അവതരിപ്പിക്കുകയുണ്ടായി. നമ്മുടെ മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനിയും വരും വർഷങ്ങളിൽ ഗോത്രവിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുടെ കലാരൂപങ്ങൾ നമ്മുടെ മത്സര ഇനങ്ങളിലേക്ക് വരും എന്നുള്ളതും അതും ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമാണ്. അപ്പോൾ 62ാമത് സംസ്ഥാന സ്കൂൾ കലോത്സവം അങ്ങനെ ഒരു വലിയൊരു മാറ്റത്തിലൂടെയാണ് തുടങ്ങിയിരിക്കുന്നത്. ഒരുപാട് സന്തോഷവും അഭിമാനവും ഉള്ള ഒരു നിമിഷമാണ്. കാരണം ഞാനൊരു 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പം ഇവിടെ ഈ കൊല്ലം ജില്ലയിലെ സംസ്ഥാന കലോത്സവത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അതേ കൊല്ലം ജില്ലയിൽ തിരിച്ച് ഒരു അതിഥിയായിട്ട് ഇവിടെ എത്താൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം. എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടെല്ലാം കല ഉണ്ടായിട്ടുണ്ട്. സിനിമയിൽ വരുന്നതിന് മുന്നേ എൻ്റെ അമ്മ ഒരു ഡാൻസ് ടീച്ചറാണ്. അപ്പം എൻ്റെ വീട്ടിൽ ഒരു ജൂൺ മാസം അല്ലെങ്കിൽ ഒരു മാർച്ച് ഏപ്രിൽ മുതൽ നമുക്കറിയാം പതുക്കെ സ്കൂൾ കലോത്സവത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ടാവും. അപ്പോൾ കുട്ടികൾ വരും. സ്കൂൾ കലോത്സവം, സബ് ജില്ലാ കലോത്സവം, ജില്ലാ കലോത്സവം, അങ്ങനെ സംസ്ഥാന കലോത്സവം എന്നൊക്കെ പറയുന്നത് എൻ്റെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് തന്നെ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം ഇത്രയും ആൾക്കാർക്ക് ഇവിടെ എത്രയോ കുട്ടികൾ ഇവിടെ വന്ന് പങ്കെടുക്കും. നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ സ്കൂളിൽ ഒരുപാട് കുട്ടികളുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിൽ അത്രയും കുട്ടികൾ പഠിക്കുന്ന എല്ലാവർക്കും ഇങ്ങനെ ഒരു അവസരം കിട്ടില്ല. അപ്പം നിങ്ങൾ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായാണ് നിങ്ങൾ ഈ സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇതൊരു വാശിയുടെയും വിദ്വേഷത്തിൻ്റെയും മത്സരം അല്ലാതെ നിങ്ങളുടെ സർഗവാസനയെ, നിങ്ങളുടെ പാഷനെ ഫോളോ ചെയ്യാൻ പറ്റുന്ന ഒരു വേദിയായിട്ട് ഇത് മാറട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഒരു ചെറിയ അങ്കലാപ്പ് എനിക്കുണ്ടായിരുന്നു, ഒരു മത്സരാർത്ഥിയുടെ അങ്കലാപ്പ്. എല്ലാവരും വരുമോ, ഇതേ കണക്ക് ഇത്രയും വലിയ ഒരു സദസ്സ് നിറയുമോ? ആദ്യം തന്നെ
കൊല്ലത്തെ കുറച്ച് കാണിക്കാൻ അല്ലെങ്കിൽ കുറച്ച് കാണാൻ ഒരിക്കലും ആരും തയ്യാറാവരുത്. അത്ര മനോഹരമായ ഒരു സദസ്സാണ് നമ്മൾക്കിവിടെ ലഭിച്ചിരിക്കുന്നത്. അത് എല്ലാ കാലവും ഉണ്ടാകുന്ന ഒരു സദസ്സാണ്. രണ്ടാമത്തെ കാര്യം, സത്യപരമായിട്ട് പറയുകയാണെങ്കിൽ കുറച്ചു കാലം മുമ്പ് വരെ കലോത്സവങ്ങൾ, പ്രത്യേകിച്ചും സ്കൂൾ കലോത്സവങ്ങളൊക്കെ തന്നെ പങ്കെടുക്കുക, സമ്മാനം വാങ്ങുക, അതോടുകൂടി അതിൻ്റെ ദൗത്യം അവസാനിപ്പിക്കുക, അങ്ങനെയായിരുന്നു. 9ാം ക്ലാസ് 10ാം ക്ലാസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ കലാരംഗത്തേക്ക് തന്നെ രക്ഷകർത്താക്കളും അധ്യാപകരും വിടാത്ത തരത്തിൽ പഠനം വേണ്ടെന്നല്ല, കല അതിന് മാറി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് വിപ്ലവകരമായ ഒരു മാറ്റമാണ് ഇത്തരത്തിലുള്ള യുവജനോത്സവങ്ങൾ അല്ലെങ്കിൽ കലോത്സവങ്ങൾ നിർവഹിച്ചത്. ഇന്ന് സമ്മാനം നേടുന്നതോടൊപ്പം ഇവിടെ സമ്മാനം നേടാത്തവരും നല്ല പെർഫോമൻസ് ആണെങ്കിൽ ഒരു ജീവിതം, കലയിലൂടെയുള്ള ഒരു ജീവിതം കാക്ഷിക്കുന്നവരാണ് ബഹുഭൂരിപക്ഷവും. ഇപ്പൊ വിമൽ പറയുകയുണ്ടായി, നിഖിലൈ ഒരു മത്സരാർത്ഥിയായിരുന്നു. അതിനർത്ഥം പല കലാകാരന്മാരും കലാകാരികളുമെല്ലാം ഈ സ്കൂൾ യുവജനോത്സവത്തിലൂടെ ഒരു ജീവിതം കെട്ടിപ്പടുക്കാൻ അല്ലെങ്കിൽ കലയിൽ ആ തരത്തിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണ്. നമ്മളിപ്പം കണ്ടിരിക്കുന്നതാണ് കലോത്സവത്തിൻ്റെ ഉദ്ഘാടനം. ഇത് നിർവഹിച്ചിട്ടുള്ളത് ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ 14 ജില്ലകളിൽ നിന്നുള്ള 14,000-ഓളം വിദ്യാർത്ഥികളാണ് ഇന്ന് കൊല്ലം ജില്ലയിൽ എത്തിച്ചേരുന്നത്. കൊല്ലം കണ്ടവനെ ഇല്ലം വേണ്ടെന്നാണ് ചൊല്ല്. അത് നമുക്ക് സത്യമാണോ എന്ന് നമുക്ക് എല്ലാവരോടും ചോദിക്കാം. അതുപോലെ തന്നെയാണ് ഈ 14 ജില്ലകളിൽ നിന്ന് വരുന്ന കലാപ്രതിഭകളെ ഒരു കൊല്ലക്കാരൻ എന്ന നിലയിൽ നമ്മളും സ്വാഗതം ചെയ്യുന്നു. ഈ കലോത്സവത്തിൽ പങ്കെടുക്കുന്ന ഏവർക്കും കൊട്ടാരക്കര മീഡിയയുടെ ആശംസകൾ.